ഓം നമ ശിവായ. സദ്ഗുരുവേ ജയ. ഭഗവാൻ പ്രഭാകര സിദ്ധയോഗീശ്വര തീർത്ഥപാദരുടെ പാതാരവിന്ദങ്ങളെ നമസ്കരിച്ചുകൊണ്ട്, ഭാരതീയ ഗുരുപരമ്പരയുടെ പാതാരവിന്ദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് വീണ്ടും വരികയാണ്. ഇന്നലെയോളം എന്താണെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്താണെന്നറിഞ്ഞില്ല എന്ന് പറയും പോലെ എൻ്റെ ദിനചര്യകളിൽ ഇന്നലെ എന്താണെന്ന് ഞാൻ പറയാം. ഇന്നത്തെ ഇങ്ങനെ, നാളെ എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. അതായത് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് നമ്മൾ പണ്ട് ഈ ഉച്ചഭാഷണിയുടെ അവിടെ ഇങ്ങനെ എഴുതി വെക്കുമല്ലോ, അതുപോലെ ആയിരിക്കുക ഇപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അന്ത്യം, ജീവിത കാലഘട്ടം ഇപ്പോഴേ. കാരണം ഗുരുപരമ്പരയുടെ ആ ഒരു ഇച്ഛ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലമാണ് എനിക്ക് തന്നിരിക്കുന്നതെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഭാവി പ്രവചിക്കുവോ അല്ലെങ്കിൽ യോഗിനിയാകുമോ ദിവ്യമാകുമോ എന്നല്ല, പക്ഷേ എനിക്ക് അന്തരാത്മാവ് ശുദ്ധമായതുകൊണ്ട് എനിക്കറിയാം കാലത്തിനൊരാവശ്യമുണ്ട്, കാലത്തിനൊരാളിനെ വേണം. ഈ പ്രകൃതിയുടെ ഒരു ഇച്ഛയുണ്ട്, പ്രപഞ്ചത്തെ നടപ്പാക്കാൻ ആരെങ്കിലും ഒരാളിനെ പരിപൂർണമാക്കിയെടുക്കും. ആ ഒരു കർത്തവ്യമാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം ഇവിടെ എന്താ കർത്തവ്യമെന്ന് ഞാൻ പലവരും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. കാരണം ജനുവരി 1 മുതൽ ഇതിൻ്റെ പ്രവർത്തനത്തിലാണ്. എന്താ മഹാസിദ്ധ പരമ്പരയുടെ സംഗമം, മഹാസിദ്ധ സംഗമം അതിൻ്റെ പ്രവർത്തനത്തിലാണ്. സിദ്ധ സംഗമം എന്ന് കേട്ടാൽ സന്യാസി സംഗമം എന്ന് പറയുന്നത് അല്ലേ അല്ല. കാരണം ഇന്നും കൂടി ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ എല്ലാവരും ചോദിച്ചു, പിന്നെ എന്താ ഞങ്ങളെപ്പോൾ രജിസ്റ്റർ ചെയ്യണം, സന്യാസിമാരാരൊക്കെ ഉണ്ടെന്ന്. ഒരു സന്യാസി ഇതിൽ വരുന്നില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. സന്യാസിമാർ വന്നില്ലെങ്കിൽ പിന്നെ സിദ്ധപരമ്പര സംഗമം എന്താണ്, വെറും കള്ളമാണോ എന്ന് നിങ്ങൾ ചോദിക്കും. ഒരിക്കലുമല്ല. അതിനൊക്കെ ഉപരിയുള്ള മഹത്തുക്കളാണ് വരുന്നത്. ദൈവ തുല്യരായിരിക്കുന്ന ആളുകളാണ് സിദ്ധന്മാർ. നിങ്ങൾക്ക് അറിയാം, കുറച്ച് പേർക്ക് അതായത് ഈ രജിസ്റ്റർ ചെയ്യാൻ വിളിക്കുന്ന മഹത്തുക്കളായിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ യുവതലമുറയിൽപ്പെട്ടവരും വിളിക്കുന്നുണ്ട്, സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്നുണ്ട്, അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്. അവർക്ക് എന്തോ ശകലം മണം കിട്ടിയെന്ന് പറയുന്ന പോലെയാണ്, ലേശം കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേഡിങ് ഒരു സംഭവം നടക്കുന്നത്. എല്ലായിടത്തും നമ്മൾ എന്താ പറയുന്നത് സന്യാസി സംഘമാണ്. ഇത് സന്യാസി സംഘമാണില്ല, ഇത് ഭഗവാൻ പ്രഭാകര സിദ്ധയോഗി എന്ന് പറയുന്ന മഹാസിദ്ധരൻ. ഇനിയും വേണ്ട പോലെ കേരളം പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ പ്രഭാകര സിദ്ധയോഗിയുടെ ശിഷ്യയാണെന്ന് നമ്മൾ നെഞ്ച് നിവർത്ത് പറയുമ്പം ആരാണ് ഈ പ്രഭാകര സിദ്ധയോഗി എന്നാണ് ചിലർ ചോദിക്കുന്നത്. അത്ര പോപ്പുലർ അല്ല. സാധകന്മാരുടെയും സിദ്ധന്മാരുടെയൊക്കെ ഉപരി എത്തിയിട്ട് വളരെ എന്താ പറയുന്ന ബോധമാണ് ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉപദാന കാരണം ബ്രഹ്മമാണ് എന്നൊക്കെ പറയുന്ന ഉപനിഷത്ത് പണ്ഡിതന്മാർ നമുക്കിവിടെ ഉണ്ട്. നമ്മൾ പലരും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ആ ബ്രഹ്മമാണ് ഈ ലോകത്തിൻ്റെ മുഴുവനും കാരണം, ഉപദാനം എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കറിയാം. അല്ലാത്തവർക്ക് ഈ കക്ഷി അറിയത്തില്ല. കാരണം എന്താ, 762 വർഷം ജീവിച്ചോന്ന് ചോദിച്ചാൽ എങ്ങനെ ജീവിച്ചു? ഇത് മനുഷ്യായുസിൽ 125 വർഷമേ ഉള്ളൂ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും. അപ്പം അവിടെ ബ്രേക്കാക്കണം. അവിടെ മനസ്സിലാക്കണമെങ്കിൽ 18 സിദ്ധന്മാരിലേക്ക് കടന്നു പോകണം. ഇപ്പം ദിവസവും നമ്മൾ ഏകദേശം 1980 മുതൽ ഇപ്പം 2025 വരെ 45 വർഷമായിട്ട് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട് കേരളത്തിൽ. കാരണം നമ്മൾ അന്ന് കിട്ടിയ ആ നമുക്ക് പദവി, നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം, നമ്മൾ ശിഷ്യ പദവിയിലേക്ക് വരിക. പക്ഷെ വേണ്ട പോലെ അദ്ദേഹത്തിനെക്കുറിച്ച് പറയാൻ നമുക്ക് അറിയില്ല. കാര്യം നമുക്ക് ഈ 18 സിദ്ധികൾ എന്താണെന്ന് അറിയില്ല, സിദ്ധന്മാരെന്താണെന്ന് അറിയില്ല. ആകെ അറിയാവുന്നത് പ്രഭാകര യോഗി എന്ന് എഴുതി വെക്കാൻ അറിയാം, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അദ്ദേഹം തന്ന മന്ത്രദീക്ഷ അല്ല, അദ്ദേഹം തന്ന അറിവാണ്, ജ്ഞാനദീക്ഷയാണ് തന്നേക്കുന്നത്. അത് നമുക്ക് സ്വായത്തമാക്കി പുഷ്ടിയായി ഫലപ്രദമാക്കി ജനങ്ങളുടെ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ കടക്കുന്നതേ ഉള്ളൂ. ഏകദേശം ഇപ്പോൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, 19 കൊല്ലമായിട്ട് അമ്മ പറയുന്നുണ്ട് ഇത് ശരിയാണെന്ന് കുറച്ച് പേര് സമ്മതിച്ചു കഴിഞ്ഞു. നന്ന്. ഇപ്പം രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ പ്രയാഗ്രാജ് കുംഭമേളയിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി, ആരും എൻ്റെ കൂടെ ഇല്ല. ഒരു ബസ്സിലെ സഹയാത്രികരാണ്, 47 സഹയാത്രികർ അതിനകത്തുണ്ടായിരുന്നു. 48ാമത്തെ വ്യക്തിയായിട്ട് എന്നെ കൂട്ടിയാണ്. ഈ 47 പേരുടെ പരിരക്ഷ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് അവർക്കറിയാം. എങ്ങനെ? ഞാൻ ഉപവസിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചത്. അല്പം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഒരു ജീവിക്ക്, 80 വയസ്സുള്ള ഒരു ജീവിക്ക് ഇത്രയും ദേശാടനം ചെയ്ത് പോകാൻ പറ്റുമോ 4 സ്റ്റേറ്റ് എന്ന് വിചാരിച്ച് പറ്റിയെന്ന് പറയുന്നു. അതിന് കാരണം ഈ ഗുരു തന്നെ. ഇത് നോക്കിക്കോളൂ. ഞാൻ ഇന്നാണ് ഈ വീഡിയോകളിൽ, ഇപ്പം ഒത്തിരി വീഡിയോ ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ടു ഭഗവാനെ എടുത്തു വെച്ചിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൻ ചെയ്താണ് എൻ്റെ കൂടെ കൊണ്ടുവരുന്ന സ്വാമീനെയാണ്. ഈ ചിത്രം, ഒരുപാട് ചിത്രമുണ്ട്, പക്ഷെ ഞാൻ ഭഗവാന്റെ ഈ ചിത്രം, ഗുരുവിൻ്റെ ഈ ചിത്രം ഞാൻ പതുക്കെ എടുത്ത്
ആധാർ കാർഡും എൻ്റെ ആധാര സത്യമായ എങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ആധാർ കാർഡിൽ നോക്കി പോലീസിന് ഇവിടെ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ എറിഞ്ഞോട്ടെ. പിന്നെ ഇത് ദേശാടനം ചെയ്ത് വന്നിരിക്കുകയാണ്. ഞാൻ പോയി കുംഭമേളയിൽ പ്രയാഗരാജ മുങ്ങിയെങ്കിൽ കലയ്ക്ക് സ്വാമിയുടെ ചിത്രം അത്രയ്ക്ക് തലയ്ക്ക് വെളിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നല്ല ബോധത്തോടുകൂടിയാണ് ഞാൻ ഈ കക്ഷിയപ്പുഴ കൊണ്ടുപോയത്. കക്ഷിയപ്പുഴയൊക്കെ കുംഭമേളയ്ക്ക് വെച്ചു. പക്ഷേ ഇതേ രൂപത്തിൽ എനിക്ക് അവിടെ ദർശനം കിട്ടി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ളവർക്ക് അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പം പറയാമെന്നതല്ല, ഇപ്പം പറയാമെന്നത് സിദ്ധ പരമ്പരയാണ്. സിദ്ധ പരമ്പരയെ 18 സിദ്ധരാണ്. ഈ 18 സിദ്ധന്മാരുടെ പരമ്പര അവിടെ വരുന്നില്ല ഓച്ചറി. ഇന്നും വിളിച്ച ആ 4-5 പേര് പരമ്പര എപ്പോൾ വരുമെന്ന് അതിൽ 4 പരമ്പര വരുന്നുണ്ട്. അതായത് അഗസ്ത്യരുടെ, പിന്നെ തിരുമൂലരുടെ, ഭോഗരുടെ 4 പേര്. ഭഗവാൻ ശിവനാണ്, ആദി ശിവനാണ് സിദ്ധര്. പിന്നെ നന്ദിദേവൻ. ഇവരുടെ എല്ലാ ആസ്ഥാനങ്ങൾ നമുക്കുണ്ട്, ദക്ഷിണ ഭാരതത്തിലുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ, ഗോരഖനാഥ് എന്ന് പറയുന്ന അത് നാഥസമ്പ്രദായമല്ല, അദ്ദേഹം ഗോരഖനാഥൻ പേര് വെറുതെ ഇട്ടിരിക്കുക. ഇവർ ദശനാമി സമ്പ്രദായത്തിലുള്ള സന്യാസിമാരല്ല. ഞാനിപ്പം ധാരാളം സന്യാസി സംഗമത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി അവഗണിക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. കാര്യം എനിക്ക് എന്നെ വെളിപ്പെടുത്താൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. കാര്യം അവധൂതനാണ് എൻ്റെ ഗുരു. സ്കൂളില്ല, കോളേജില്ല, ഒന്നും ഉണ്ടാക്കാനോട്ട് സമ്മതിക്കുന്നുമില്ല. പിന്നെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ജ്ഞാനം കയ്യിൽ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ക്രിയാശക്തിയാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. അത് പ്രപഞ്ചത്തിൻ്റെ ഇച്ഛയാണ്. അങ്ങനെ ഒരു മഹർഷിയുടെ ഇച്ഛ ഈ ലോകത്ത് വരേണ്ട ഒരു കാലഘട്ടമായതുകൊണ്ടാണ് തികച്ചും അവിചാരിതമായിട്ടാണ് എന്താ പറയേണ്ടത്, ഈ സിദ്ധ സംഗമം എന്നുള്ള ഒരു ബോധം അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത്. എൻ്റെ ഈ 80-ാം കാലത്ത് എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു സംഗമം നടത്താനോ അല്ലെ ഒന്നിനുള്ള ചിന്തയുള്ളതല്ല. പക്ഷേ പ്രകൃതിയുടെ ഇച്ഛയാണ്. ഇതിൽ ഒരു 4 പരമ്പര വരുന്നുണ്ട്. എല്ലാവരും ഇന്നും വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛന് അസുഖമുണ്ട്, ഇന്ന അസുഖമുണ്ട്, അവരെ കൊണ്ടുവരട്ടെ എന്ന്. ഒരിക്കലും ഇപ്പം രോഗികളെ കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്ന ആയുർവേദത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എന്നും പറയാം, ആയുർവേദത്തിൻ്റെ സെമിനാറുകൾ നമ്മൾ ഒത്തിരി ഇവിടെ നടത്തുന്നുണ്ട്. അതായത് 3-4 ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽമാർ നമ്മുടെ SM മെഡിക്കൽ കോളേജ്, ശാന്തിഗിരി മെഡിക്കൽ കോളേജ്, അത് തിരുവനന്തപുരം ആയുർവേദിക് മെഡിക്കൽ കോളേജ് ഒക്കെ വരുന്നുണ്ട്. ഇതോടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അത് വളരെ ചാകാകല എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ 18 സിദ്ധകളെ കുറിച്ച് പഠിച്ചപ്പോൾ. അതായത് മരണത്തെ അതിജീവിക്കുന്ന കല. അങ്ങനെയാകുമ്പോൾ ആ കല അത് ശരിക്കും പറഞ്ഞാൽ സിദ്ധ പരമ്പരയുടെ കലയാണ്. അത് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന ബ്രഹ്മവിദ്യയാണ്. പ്രഭാകര സിദ്ധിയൊക്കെ ആ വകുപ്പിൽപ്പെട്ടതാണ്. ഔഷധം കൊണ്ടോ യോഗ കൊണ്ടോ അതൊക്കെ പിന്നീട് വിസ്തരിക്കും. അപ്പം നിങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇതിനെക്കുറിച്ച് അറിയാൻ എല്ലാവരും ജിജ്ഞാസകൾ വിളിക്കുന്നുണ്ട്. ഇത് ചികിത്സയ്ക്കല്ല വരേണ്ടത്. ഇവരെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ തയ്യാറല്ല. നമ്മളിത് നമ്മുടേതായ ഒരു കുത്തകാവകാശമല്ല. ഭാരതത്തിൻ്റെ അപൂർവമായ മൂലികകൾ, പ്രകൃതി ഒളിച്ചു വച്ചിരിക്കുന്ന മൂലികകൾ അറിയാവുന്നൊരു കലാനിധികൾ 90 വയസ്സുള്ള വൈദ്യന്മാർ വരുന്നുണ്ട്. ഔഷധങ്ങളുടെ പേര് കാണാതെ അറിയാം, അത് തൊട്ടാലറിയാം. അവരെയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണ് സമാജത്തിലേക്ക്. കാരണം സമാജം എന്താ, ഡിപ്രഷൻ കൊണ്ട് ഗുളിക കഴിക്കുകയാണ് 50% പേര്. 50% കൊച്ചുങ്ങൾ മയക്കുമരുന്ന്. പിന്നെ 100 ആയില്ലേ, പിന്നെ ബാക്കി എന്താ, അവഗണിക്കപ്പെട്ട വാർദ്ധക്യം. വാർദ്ധക്യം എന്ന് പറയുന്ന പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലായിരുന്നു. 90 വയസ്സിന് നല്ല ജാമായിട്ട് നടക്കുന്നവരായിരുന്നു നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ. നടന്നു മരിക്കുന്നവരാണ്, നടന്നു നീങ്ങി ആഹാരം കഴിക്കുന്നവരും ജോലി ചെയ്യുന്നവരും. അപ്പോൾ വാർദ്ധക്യം ഒരു ശാപമായിട്ട് മാറുന്നതിൻ്റെ കാര്യം അറിവില്ലായ്മയാണ്. അപ്പം നമ്മുടെ സിദ്ധ പരമ്പരയെ അവരിൽ ഞാൻ എല്ലാവരോടും സംസാരിച്ചു. ഞാനിപ്പോൾ ഇതിടുന്നെന്ന് പറയുന്നത് ഇത് ഇന്ന് തുടങ്ങിയതല്ല. ജാനുവരിയിൽ തുടങ്ങിയ സംഭവം തമിഴ്നാട് മുഴുവൻ പോകാൻ പറ്റിയില്ല. അതായത് കുംഭകോണം തുടങ്ങി വൈത്തീശ്വരം തുറന്ന അതിൽ 1-2 സ്ഥലത്ത് പോകാൻ പറ്റി. പക്ഷെ അവിടുന്ന് കുംഭകോണത്തെ മഹത്തായ ആചാര്യം തന്നെ വരാമെന്ന് ഏറ്റു. രണ്ടാമെന്ന് പറഞ്ഞാൽ കന്യാകുമാരി ജില്ല മുഴുവൻ നടന്നു. കന്യാകുമാരി ജില്ലയിൽ നമ്മളെ കൊണ്ടുപോയതിന് നമ്മളിപ്പം ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന പൂന്തറ സിദ്ധരുടെ ശിഷ്യൻ സെക്രട്ടറി മധുസൂദന സ്വാമികളുടെ അനന്തരവനുമായ ഡോക്ടർ ശ്രീകുമാറാണ്. 200 കിലോമീറ്റർ അദ്ദേഹം കാറിൽ, ഞങ്ങൾ 2-3 പേര്, ഇതിനെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, ഡോക്ടർ സാധാ ഒരു മനുഷ്യനാണ്, ഗോപാലകൃഷ്ണൻ. ഞങ്ങളെ കൊണ്ടുപോയി അദ്ദേഹം ആദ്യം കാണിച്ചത് നമ്പിമല എന്ന് പറയുന്നതാണ്. അതായത് കോറികൾ ഉള്ള പാറ പൊട്ടിക്കുന്നതിൻ്റെ ഏറ്റവും മുകളിൽ അവിടെ മൗനഗുരുസ്വാമി എന്ന് പറയുന്ന സ്വാമി ഇരിക്കുകയാണ്. അദ്ദേഹം മലയകീഴിൽ പോയെന്നാണ് പറയുന്നത്.
അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് തന്നെ ഞങ്ങൾക്ക് അതിശയപ്പെട്ടു പോയി. പിന്നെ കോമ്പ ഈത്താമൊഴി എന്ന് പറഞ്ഞ കന്യാകുമാരിയിലെ കോമ്പ ആശ്രമമുണ്ട്. അദ്ദേഹത്തിനൊരു സമുദായക്കാർ, ഒരു കുടുംബക്കാർ കൊടുത്ത സ്ഥലത്ത് അദ്ദേഹം ജീവസമാധിയാണ്. ഇത് അദ്ദേഹത്തിന് 400 വർഷം ജീവിച്ചിരുന്നതാണ്. പിന്നെ 762 വർഷം ഭഗവാൻ ഇരുന്നെന്ന് പറയുന്നതിൽ അതിശയമില്ല. അദ്ദേഹത്തെ കണ്ട് പീർ മുഹമ്മദ് എന്ന് പറയുന്ന മഹാസിദ്ധരുടെ ഖബറിൽ പോയി. എത്രയോ വർഷമായതാണ്, 1000 വർഷമൊക്കെ ആയതാണ്. 1000, 2000, 3000, 4000 ഒക്കെയാണ് അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. കുറേ പേരുടെയൊക്കെ ചിത്രം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഇപ്പം ഇവിടെ പറയുന്നത്, നിങ്ങൾ വരിക, 2 കാര്യം തരും. തരം വാക്ക് സത്യമുണ്ട്. സാക്ഷാൽ പ്രയാഗരാജിൽ നിന്ന് ആ ത്രിവേണി സംഗമത്തിൽ നിന്ന് ശുദ്ധി ചെയ്ത, പരമമായി ശുദ്ധി ചെയ്ത് കൊണ്ടുവന്ന രുദ്രപ്രസാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുക, പഞ്ചാമൃതമൊന്നുമല്ല, രുദ്രാക്ഷരം. അതിനെ വെല്ലാനൊന്നുമില്ല വാല്യബിളായിട്ടുള്ളത്. അത് അത്യാവശ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കൊടുക്കും, അതിനാവശ്യമില്ല, പറഞ്ഞതന്നെ. പക്ഷേ തന്നിട്ട് അത് വാങ്ങി നമ്മൾ ഭൗതികമായ ആവശ്യത്തിനെടുത്ത് ഇവിടെ വിട്ടങ്ങ് പോയ കൈതം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യും. അടുത്ത 27 നാളുകൾക്ക് അത് തിരിച്ചു കൊണ്ടുവരണമെന്ന നിയമം. തിരിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നമ്മളിവിടെ കൃത്യമായിട്ട് ഞങ്ങളിത് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. നമ്മളിത് കൃത്യമായിട്ട് ഇത് അവലോകനം ചെയ്തിട്ട് എന്താണ് നടന്നതെന്ന് അറിയണം കൃത്യമായിട്ട്. അപ്പം തീർച്ചയായിട്ടും ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർ ഇപ്പോൾ കുറച്ച് പേരായി. അത് എനിക്കിതാന്ന് പറഞ്ഞാൽ തരുന്ന കിട്ടത്തുമില്ല. ഇത് വളരെ ഡിസിപ്ലിനിൽ പോകുന്ന ഒരു സംഘമാണ്. കമ്മിറ്റിയില്ല, ഇതിന് സ്വാഗതമില്ല, പ്രഭാഷണമില്ല, ഒന്നുമില്ല. ഇത് ഭഗവാന്റെ പ്രധാന പുരുഷേശ്വരന്മാരായിരിക്കുന്ന സിദ്ധപുരുഷന്മാരുടെ സാന്നിധ്യ സൂക്ഷ്മത്തിൽ അവരുടെ ചിത്രങ്ങളും അവരുടെ കാര്യങ്ങളും എല്ലാം തരും. അതുകൊണ്ട് ഭഗവാൻ പ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്ന മഹാപ്രഭു, അവധൂതനോ അതോ അതിനങ്ങപ്പുറം ബ്രഹ്മവസ്തു, അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ, അദ്ദേഹത്തിൻ്റേതായിരിക്കുന്ന നിയമാവലികളിൽ ഇത് സാധാരണ ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറ്റത്തില്ല ഈ കാര്യങ്ങളൊന്നും തന്നെ. ആത്മീയ യാത്രയ്ക്ക് താല്പര്യപ്പെട്ട് വരുന്നവരാണ്. ഇപ്പം രജിസ്റ്റർ ചെയ്ത 100 പേരും ആത്മീയ യാത്രയ്ക്ക് താല്പര്യപ്പെട്ടവർ. അവരെല്ലാം ഞാൻ ഫോൺ ചെയ്യുമ്പം എന്താണ് നിങ്ങൾ ചെയ്യുന്ന, ആരാണ് നിങ്ങൾ, എന്തിനാണ് ഇത് കണ്ടിട്ട് എന്താ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും നല്ലവരാണ്. അല്പസ്വല്പം പാരമ്പര്യം വീട്ടിലെ ആത്മീയതയ്ക്കുള്ളവർ തന്നെയാണ് ഈ വിളിച്ചിരിക്കുന്നത്. ഇനിയും വൈകണ്ട, കുറച്ച് ഒരു ചെറിയ ഹാളാണ്, താൽക്കാലികമായിട്ടുള്ള കുറച്ച് പേർക്കൂടെ തരാം. കാര്യം അറിയാതെ പോകരുതല്ലോ. ചിലപ്പോൾ ഇതിനേക്കാളും ഇപ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്തതിനേക്കാളും കൂടുതൽ ആധ്യാത്മിക പാരമ്പര്യമുള്ളവർ നമുക്കുണ്ടല്ലോ, അവരെ അറിയാതെ പോകണ്ട. അതുകൊണ്ടാണ് വീണ്ടും ഇതൊന്നുകൂടി ഇട്ടേക്കുന്നത്. എല്ലാവരും ഈ വീഡിയോയിൽ അമ്മയുടെ നമ്പർ എഴുതിക്കൂ. 99 47 68 83 84. 99 47 68 83 84. ഈ നമ്പർ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. വിളിക്കാന്ന് മാത്രമല്ല, ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ഋഷി കടം വീട്ടാനാണെന്നാണ് പറയുന്നത്. സിദ്ധപുരുഷന്മാരുടെ ചരിത്രം പഠിക്കുക, അവരുടെ സംഗമത്തിൽ അവരെ മെമ്മറി കൊണ്ടുവരിക. പക്ഷേങ്കിൽ ദേവന്മാർക്ക് ഹോമങ്ങളുണ്ട്. ഞങ്ങളുടെ ഈ ആശ്രമത്തിൽ പ്രധാനമായിട്ടും വൈദിക കർമ്മങ്ങൾക്ക് പ്രഭാകര സിദ്ധിയോഗി പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹോമങ്ങൾ ചെയ്യുമായിരുന്നു അവസാനം പോലും. അപ്പോൾ ഒരു ഘട്ടം വരെ. അപ്പോൾ ഋഷികടം, ദേവകടം. ദേവന്മാർക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ബലം കിട്ടത്തില്ല, മഴ പെയ്യത്തില്ല, ധാന്യങ്ങളുണ്ടാകത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ 2 ധന്വന്തരി മൂർത്തിയാണ് ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വാസന വരുന്നത്. ഈ സാമ്പ്രദായികമായിട്ടല്ലല്ലോ, ഈ സന്യാസമല്ലിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആയുർവേദം കൊണ്ട് ശരീരത്തെയും, വ്യാകരണം കൊണ്ട് ഭാഷയെയും, യോഗം കൊണ്ട് ചിത്തത്തെയും നിയന്ത്രിക്കാനാണ് തിരുമൂലര്. മനസ്സിലായില്ല? അപ്പോൾ ഈ 3 കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ധന്വന്തരി ഹോമമുണ്ട്. മഹാമൃത്യുഞ്ജയനായിട്ടിരിക്കുന്നതായിരിക്കുകയാണ് മഹാദേവനാണ്. നമശിവായ ജപിച്ചാൽ അദ്ദേഹത്തിന് കിട്ടും. പ്രഭാകര സിദ്ധിയോഗി വേറെ മന്ത്രം വേണ്ടോ, നമശിവായ ശിവശങ്കര ശിവപ്രഭാകരായ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയവരോ ആരെങ്കിലും എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇപ്പോൾ ഇടും. ഈ വീഡിയോയിൽ അമ്മയെ വിളിക്കുക. വേണ്ടത് ഞങ്ങൾ തരപ്പെടുത്തി തരാം. നമസ്തേ. ഒരിക്കൽ കൂടി നമസ്തേ ഒന്നുകൂടി അറിയിക്കും.